as a family. ഹലോ, അങ്ങനെ ഫാന്റാസ്റ്റിക് ഫോർ വന്ന് അത് പോയി കണ്ട്. വീഡിയോ ഇടാൻ ഇച്ചിരി ലേറ്റ് ആയെന്നറിയാം. ഞാൻ കാണാനും കുറച്ച് ലേറ്റ് ആയി, ഇച്ചിരി ബിസി ആയി പോയത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സൂപ്പർമാൻ, നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ ഇല്ലേ, അതും പോയി കണ്ടായിരുന്നു. നല്ല അടിപൊളി പടം. കുറേ ഹേറ്റേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് അത് മോശം പടം. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നല്ല അടിപൊളി പടം. അതിൻ്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, പക്ഷെ അതിനും സമയം കിട്ടിയില്ല. ഇത് ലേറ്റ് ആയെന്നറിയാം, എന്നാലും ചെയ്തേക്കാം എന്ന് വെച്ച്. അത് വിട്. എന്തായാലും ഫാന്റാസ്റ്റിക് ഫോർ കണ്ടു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ പടം. എനിക്ക് അതിനകത്ത് വലിയ തെറ്റും കുറ്റമൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. മാർവലിൻ്റെ പടം കുറേ നാളായി തിയേറ്ററിൽ പോയി കണ്ടു അതിൻ്റെ സന്തോഷത്തോടെ ഇറങ്ങി വരുന്നത്. അല്ല, ഇതിനു മുമ്പ് തണ്ടർ ബോൾസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് തിയേറ്ററിൽ പോയി കാണാനുള്ള പൈസയില്ലായിരുന്നു. പിന്നെ ആ സമയം ഒരു മൂഡും ഇല്ലായിരുന്നു. മാർവലിൻ്റെ അവസ്ഥയൊക്കെ അറിയാലോ. അപ്പം ഫാന്റാസ്റ്റിക് ഫോറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിനകത്തെ ക്യാരക്ടർ സെലക്ഷൻ എനിക്ക് നന്നായി വർക്കായി. കാരണം നമ്മുടെ എലാസ്റ്റിക് മാൻ മിസ്റ്റർ ഫാന്റാസ്റ്റിക് ആയിട്ട് പെഡ്രോ പാസ്കലാണ്. അതേപോലെ സ്യൂ സ്റ്റോമായിട്ട് വനേസ കിർബി, പിന്നെ നമ്മുടെ ജോസഫ് ക്വിന്നാണ് ജോണി സ്റ്റോം. ഇവരുടെ ക്യാരക്ടർ സെലക്ഷൻ ഒന്നും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് പോരായ്മ ഒന്നും തോന്നിയിട്ടില്ല. കാരണം അവരവരുടെ ആക്ടിങ് വൈസ് പറയുകയാണെങ്കിൽ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. മാറ്റ് ഷെയ്ക്ക്മാൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളിയുടെ പഴയ വർക്കൊന്നും എനിക്ക് വലിയതായിട്ട് അറിയില്ല, പക്ഷെ പുള്ളി ഈ പടം നന്നായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഏകദേശം 1.25-2 മണിക്കൂറിനടുത്തേ പടമുള്ളൂ. അത് ഒരു ബോറടിയും ഇല്ലാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ടെക്നിക്കൽ സൈഡ്സ്, ഈ VFX, എഡിറ്റിങ്, BGM, ഇതൊക്കെ ഓവർ ദ ടോപ്പ് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഈ പടത്തിന് വേണ്ടത് എന്താണോ അതുണ്ട് അതിനകത്ത്. പക്ഷേ ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ജോണി സ്റ്റോമിൻ്റെ ക്യാരക്ടറാണ്. ഈ നമ്മുടെ പണ്ടത്തെ ഫാന്റാസ്റ്റിക് ഫോർ ഇല്ലേ, അതിനകത്ത് നമ്മുടെ ജോണി സ്റ്റോം, നമ്മുടെ ക്രിസ് എവാൻസ്, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ചെയ്തു വെച്ച ഒരു ജോണി സ്റ്റോം ഇല്ലേ, അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്തത്. കാരണം ആ സമയത്ത് പുള്ളി ചെയ്തു വെച്ച ക്യാരക്ടർ ഒരു കെയർ ഫ്രീ, ഒരു പ്ലേ ബോയ്, ഒരു ചൈൽഡിഷ് ക്യാരക്ടറാണ്. ഇതിനകത്ത് ചൈൽഡിഷ് അല്ല എന്നല്ല, ഉണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ വളരെ മെച്യൂർഡായിട്ട് ഒരു ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു പോയ നമ്മുടെ മറ്റേ ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് വെരി ഗുഡ് എന്ന രീതിയിലേക്ക് അത് വന്ന്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ അത് നന്നായി തന്നെ എനിക്ക് വർക്കായി. നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയാം, എനിക്ക് നല്ലോണം വർക്കായി. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സിൽവർ സർഫറിൻ്റെ ക്യാരക്ടർ, ആകെ 10-15 മിനിറ്റേ പുള്ളിക്കാരി സ്ക്രീനിലുള്ളൂ. ആ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് പുള്ളിക്കാരിയുടെ അവസ്ഥ എന്താ, പുള്ളിക്കാരിയുടെ ഭാരം എന്താ, പുള്ളിക്കാരിയുടെ നിസ്സഹായാവസ്ഥ, ഇതൊക്കെ നമുക്ക് ആ ഒരു മിനിമം ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്കത് മനസ്സിലാവും. അത് ഡയറക്ഷൻ്റെ മികവ് തന്നെയാണ്, അതൊന്നും പറയാനില്ല. എനിക്ക് ഈ 2 ക്യാരക്ടേഴ്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഇത് രണ്ടുമാണ്. പിന്നെ ഇതിനകത്തെ വില്ലൻ നിങ്ങൾ ട്രെയിലറിൽ കണ്ടു കാണും. മാർവലിനെ ഫോളോ ചെയ്യുന്നവർക്കാണ് അത് മനസ്സിലായും കാണും. പക്ഷെ ഞാൻ പറയുന്നില്ല, കാണാനുള്ളവരുണ്ടാവുമല്ലോ, അപ്പം അവർ കണ്ടോട്ടെ. അപ്പം കൊടൂര വില്ലൻ തന്നെയാണ്. പക്ഷേ ഈ പുള്ളിക്കാരൻ വരുന്ന സീൻ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. കാരണം അതൊരു മൊബൈൽ സ്ക്രീനിലോ അല്ല TV സ്ക്രീനിലോ കണ്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം പുള്ളി വലിയ ബീയിങ് ആണ്. അപ്പോൾ അത് തിയേറ്ററിൽ പുള്ളിക്കാരൻ വരുന്ന സീനെല്ലാം അടിപൊളിയാണ്, നല്ല രസം, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മൊബൈൽ സ്ക്രീനിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. പിന്നെ പുള്ളീനെ ജസ്റ്റിഫൈ ചെയ്തു എന്നത് അതൊരു ചോദ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ഗ്രേറ്റസ്റ്റ്, അല്ല വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർഫുൾ വില്ലൻ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി തന്നെ ചോദിക്കും, വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നോടാ എന്ന ഒരു ചോദ്യമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് വന്നു, ഒന്നും ചെയ്യാനില്ല, അങ്ങ് പോയി, ആ രീതിയിൽ ആക്കി കളഞ്ഞു. പക്ഷേ നമ്മൾ നടന്മാരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദേ ഹാവ് ദ റീസൺ എന്ന് പറയാം. കാരണം വൺ ക്യാൻ ഡു എനിത്തിങ് അറ്റ് ദാറ്റ് ടൈം എന്ന് പറയുന്ന ഒരു രീതിയാണ് ഗോ ടു എനി എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയൂലേ. കാരണം ആ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് ജസ്റ്റിഫൈഡ് ആയ ഇറ്റ്സ് ഓക്കെ എന്ന് പറയാവുന്ന രീതിയിലേ ഉള്ളൂ. കാരണം അത്രേ അത് അങ്ങനെ പറ്റുള്ളൂ. കാരണം കുറേ പേരൊക്കെ പറയും ഇത് വെറുതെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ച പോലെ ആയിപ്പോയിന്ന്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം ഒരു ബാഡല്ല,
നമ്മളൊരു എബവ് ആവറേജ് പടം, വൺ ടൈം വാച്ചബിൾ എന്ന് പറയാവുന്ന ഒരു പടമായിട്ടാണ് ഞാൻ നിർത്തിയേക്കുന്നത്. കാരണം ഒട്ടും മോശം പടമൊന്നുമല്ല, പക്ഷെ അതിഭയാനകം എന്ന് പറയാനുമില്ല. ഇറ്റ്സ് ഓക്കെ ഫീൽ തന്ന ഒരു പടമാണ്. കാരണം ഇത് തിയേറ്ററിൽ പോയി കണ്ടവർക്കായിരിക്കും കുറച്ചുകൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കുറച്ച് സീൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നവരാണ് തിയേറ്ററിൽ പോയി കാണുക. അങ്ങനെ കണ്ടവരുണ്ട് പറയാം. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അയ്യോ, അത് ഞാൻ പറയുന്നില്ല. അതിലൊരു ആ ഒരു സാധനം വരുന്നുണ്ട്. അയ്യോ, ആ മുഖം കൂടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയായിരുന്നു. ഡയറക്റ്റായിട്ട് കാണിക്കണം, ആ കൊച്ചിൻ്റെ കണ്ണിലെങ്കിലും ഒന്ന് കാണിച്ചാൽ മതിയായിരുന്നു. അതുകൂടെ കാണിച്ചായിരുന്നു ഞാൻ ഈ പടം ആ ഒറ്റ സീനോട് 10/10 കൊടുത്തേനെ. അമ്മാതിരി ഒരു സീനായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം, കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. നല്ല പടം തന്നെയാണ്. എൻ്റെ ഒപ്പീനിയൻ ഒരു നല്ല പടമാണ്. ഇനി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം.